Hi dears, welcome to my YouTube channel. Standard 8 Social Science 5th chapter Constitution of India Rights and Duties എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്തവർ അത് കാണുക. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാർട്ട് 1-ൽ നമ്മൾ പഠിച്ചത് ആദ്യത്തെ 2 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചായിരുന്നു. ഏതൊക്കെയാണവ? റൈറ്റ് ടു ഈക്വാളിറ്റി ആൻഡ് റൈറ്റ് ടു ഫ്രീഡം. ഇനി നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം. The Constitution of India, through the right against exploitation, ensures a secured life by eliminating exploitation like slavery, human trafficking, forced labor and child labor. ഈ അവകാശത്തിൽ പറയുന്നത് സ്ലേവറി അതായത് അടിമത്തം, ഹ്യൂമൻ ട്രാഫിക് മനുഷ്യക്കടത്ത്, ഫോഴ്സ്ഡ് ലേബർ നിർബന്ധിത ജോലി, ചൈൽഡ് ലേബർ ബാലവേല, ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ഇല്ലാതാക്കി സുരക്ഷിതമായൊരു ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ആർട്ടിക്കിൾ 23 ആൻഡ് 24 ഇതിലൂടെ ഭരണഘടന അത് നമുക്ക് ഉറപ്പു തരുന്നു. ആർട്ടിക്കിൾ 23-ൽ എന്താണ് പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 23 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ആൾ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഡിക്ലെയറിംഗ് ദം ഇല്ലീഗൽ. അതായത് എല്ലാ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. നെക്സ്റ്റ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. നമുക്കൊന്ന് നോക്കാം. എംപ്ലോയിങ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 14 ഇൻ മൈൻസ്, ഫാക്ടറീസ് ഓർ അതർ ഹസാർഡസ് വർക്ക് പ്ലേസസ് ഈസ് പ്രൊഹിബിറ്റഡ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 24. മനസ്സിലായോ? ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? നാലാമത്തെ റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. The right to freedom of religion guarantees equal treatment and equal protection to all religion. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമാണ് റൈറ്റ് ടു ഫ്രീഡം ടു റിലീജിയൻ ഉറപ്പു നൽകുന്നത്. ഇന്ത്യയിലെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇത് പബ്ലിക് നോംസ്, ഹെൽത്ത് ആൻഡ് മൊറാലിറ്റീസ് എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഓക്കെ, നെക്സ്റ്റ് 5th ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഈ ഭാഗമൊന്ന് വായിക്കാം. Cultural and educational rights. India is a country rich in diversity. Religious, linguistic, and cultural minorities characterize this diversity. Minorities are a group of people who follow a common language, religion, or culture and are fewer in number than other groups in a particular part of the country or the whole country. Cultural and educational rights are the means for minorities to preserve and develop their culture, language and script.
Accordingly, all religious, linguistic, and cultural minorities have the right to establish and run their own educational institutions. Through that, they can protect and nurture their own culture. ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അതായത് എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ? ആകെ ജനസംഖ്യയിൽ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറഞ്ഞ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. ഇവരുടെ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് എന്നിവ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഈ അവകാശപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും അത് നടത്തിക്കൊണ്ടുപോകുന്നതിനുമുള്ള അവകാശമുണ്ട്. ഇതിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ കഴിയുന്നു. ലാസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. The right to constitutional remedies is one of the greatest protections given to the safety and security of the individual. If any of the above fundamental rights is violated, the Supreme Court under Article 32 and the High Courts under Article 226 can be approached for their restoration. The Supreme Court and High Courts restore fundamental rights through writs. Writs are orders and directions issued by the Supreme Court or the High Courts for the protection of fundamental rights. Dr. B.R. Ambedkar describes this right as the heart and soul of the Indian Constitution. അതായത് വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ ഒരു അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിനുള്ള ആർട്ടിക്കിൾസ് ആണ് പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിനെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടുകളെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. സുപ്രീം കോർട്ടും ഹൈക്കോർട്സും റിട്ടുകളിലൂടെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പുനഃസ്ഥാപിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ, ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ചത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് ഭരണഘടന നമുക്ക് തരുന്ന 6 മൗലിക അവകാശങ്ങൾ. നന്നായി പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് റിട്ടുകളെ കുറിച്ചാണ്. എന്താണ് റിട്സ് അഥവാ റിട്ടുകൾ? കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. വേരിയസ് ടൈപ്സ് ഓഫ് റിട്സ്. 5 തരത്തിലുള്ള റിട്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ്, സെക്കൻഡ് വൺ മാൻഡമസ്, തേർഡ് വൺ പ്രൊഹിബിഷൻ, ഫോർത്ത് വൺ കോ വാറൻറ്റോ, ഫിഫ്ത്ത് വൺ സെർഷ്യോററി. ഇനി ഓരോന്നായി നമുക്ക് നോക്കാം. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഇത് എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ വാട്ട് ഈസ് ഹേബിയസ് കോർപ്പസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ച് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത് എന്നും ചോദിക്കാം. അപ്പോൾ 2 രീതിയിലും പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് വൺ മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ
തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോർട്ടിൻ്റെയോ ഹൈക്കോർട്ടിൻ്റെയോ ഉത്തരവിനെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നു. ഫോർത്ത് വൺ, കോ വാറൻറ്റോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറൻറ്റോ. ലാസ്റ്റ് വൺ, സെർഷ്യോററി. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണിത്. ഇത്രയുമാണ് റിട്ടുകളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നോട്ട്സ് എഴുതിയെടുക്കുക.